നമുക്കിന്നൊരു അയല പെപ്പർ ഫ്രൈ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് കുറച്ച് വറ്റൽമുളക്, കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കുക, അതിനുശേഷം വെള്ളം ചേർത്തിട്ട് അരയ്ക്കുന്നതായിരിക്കും നല്ലത്. നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അത് മാത്രമല്ല അത്ര ഫൈനായിട്ട് അത് അരയ്ക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊരു തരിയുള്ള രീതി അരച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിനുശേഷം നമുക്കിതിങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലയുടെ മേലേക്ക് അങ്ങനെ തേച്ച് കൊടുക്കാം. അങ്ങനെ നല്ല പൊതിഞ്ഞെടുത്തിട്ടുണ്ട് നമ്മൾ മസാലയിൽ. ഇത് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കറിവേപ്പില ഒരു തണ്ട് അങ്ങനെ വെക്കുക. ഇത് നമ്മുടെ അയല ഫ്രൈയുടെ ആ ഒരു ടേസ്റ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ മീൻ ആ ചട്ടിയിലേക്ക് പറ്റിപ്പിടിക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും സഹായിക്കും. അപ്പോൾ നമ്മുടെ അയല ഫ്രൈയുടെ ഒരു ഭാഗം ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട്, വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് ഭാഗവും നമുക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അയല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ഒരു കറിവേപ്പിലയും നമ്മുടെ മസാലയൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറിൽ കിട്ടിയിട്ടുണ്ട്, കരിഞ്ഞതല്ല കേട്ടോ, നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.